നിന്നോടോതുന്നു. റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാമൊന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا صلى الله عليه وعلى آله وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് അവൻ്റെ തൃപ്തിയും പൊരുത്തവും ഇഷ്ടവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ 10-25 ദിവസം നമ്മുടെ കൂടെ സന്തോഷത്തോടെ സമ്മാനങ്ങളുമായി വന്ന, നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും മാറ്റമുണ്ടാക്കിയ, നമ്മുടെ ഭക്ഷണക്രമവും ജീവിതക്രമവും ഉറക്കക്രമവും ഒക്കെ മാറ്റിമറിച്ച, നമ്മോട് ഒട്ടിച്ചേർന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട അതിഥി പരിശുദ്ധ റമദാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മോട് യാത്ര ചോദിക്കുകയാണ്. ഒരു പ്രിയപ്പെട്ട അതിഥി, ജീവിതത്തിൻ്റെ ഭാഗമായി വന്ന ഒരു അതിഥി യാത്ര ചോദിക്കുമ്പോൾ ആതിഥേയൻ്റെ മനസ്സിൻ്റെ വൈകാരികമായ അനുഭവം എന്താണോ അതെനിക്കും നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഒരാവർത്തി ചിന്തിക്കേണ്ട സന്ദർഭമാണിത്. 1, 3, 6 മാസം പ്രവാസ ജീവിതത്തിനിടക്ക് നാട്ടിൽ പോയി തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണു നിറയെ കണ്ട് അവരുടെ കൂടെ ജീവിച്ച് ആസ്വദിച്ച് അവസാനം അവിടെ നിന്ന് തൻ്റെ ജീവിതത്തിലേക്ക്, പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുമ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ കൺമണികൾ, മാതാപിതാക്കൾ, നമ്മുടെ കുടുംബിനി, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരും അവരെയൊക്കെ യാത്രയക്കുമ്പോൾ എത്ര ശക്തിയുള്ള,
നെടുവീർപ്പുകളും വിങ്ങിപ്പൊട്ടലുകളും നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായോ, അതുപോലെയുള്ള ഒരു വിങ്ങിപ്പൊട്ടൽ, അതുപോലെയുള്ള ഒരു നെടുവീർപ്പ്, അതുപോലെയുള്ള പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു മാനസിക പ്രയാസം എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ അലട്ടുന്നുണ്ടോ? ഇതാ നമ്മുടെ അതിഥി നമ്മോട് യാത്ര ചോദിക്കുകയാണ്. വളരെ ദൂരെ നിന്ന് അസ്സലാമു അലൈക്കും, എന്നെ സ്വീകരിച്ച, എന്നെ ബഹുമാനിച്ച, എന്നെ ആദരിച്ച പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണെന്ന് വളരെ ദൂരെ നിന്ന് സലാം പറയുകയാണ്. സഹോദര, ഈ യാത്രയപ്പുവേള നമുക്ക് നന്നാക്കണം. ഒരുപാട് അവസരങ്ങളും സന്ദർഭങ്ങളും നമ്മുടെ മുമ്പിൽ ഇനിയുമുണ്ട്. ഇന്നത്തെ ദിവസം വല്ലാത്ത ദിവസമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 23-ാം രാവിൽ 1/3 രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചു. 25-ാം രാവിൽ രാവിന്റെ പകുതി മുഴുവൻ നിന്ന് നമസ്കരിച്ചു. 27-ാം രാവിൽ ഈ ഹദീസ് വിശദീകരിക്കുന്ന അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രഭാതമാകും എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചു. നമസ്കാരം റബ്ബുമായുള്ള സംഭാഷണമാണ്, റബ്ബുമായുള്ള വർത്തമാനമാണ്. അവസാനത്തെ സന്ദർഭങ്ങളിൽ റബ്ബുമായി സംസാരിച്ച് കൊതി തീരാത്ത അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതീവ ദുഃഖത്തോടെ, താങ്ങാനാവാത്ത ഭാരത്തോടെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം അവസാനിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദര, ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള ഒരു നമസ്കാരക്കാരാകാൻ, അങ്ങനെയുള്ള ഒരവസ്ഥയോടുകൂടി പടച്ചറബുമായി സംസാരിക്കാൻ നമുക്കാവുമോ? അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, സ്വർഗമേ, എന്റെ അടിമകൾക്ക് വേണ്ടി നീ ഒരുങ്ങുക. ദുനിയാവിന്റെ ക്ഷീണത്തിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന് അവരിതാ വിശ്രമിക്കാൻ തയ്യാറായി വരികയാണ്. സ്വർഗം നമുക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാം ഒരുങ്ങുക സഹോദര, ആ സ്വർഗത്തിന്റെ ആളുകളാകാൻ. അശ്രദ്ധ അവസാനിപ്പിക്കുക. അവസാനത്തെ ഈ നെടുവീർപ്പുകൾ വളരെ സുപ്രധാനമാണെന്ന് മനസ്സിലാക്കുക. വീഴ്ച പറ്റിയവർ പോലും വീണ്ടും ഒരു പുനർചിന്തനം നടത്തുക. എല്ലാ തരത്തിലുള്ള കളികളും തമാശകളും അവസാനിപ്പിക്കുക. നല്ല ഒരു കുതിര അവസാനത്തിലേക്ക് എത്തുമ്പോൾ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ശക്തമായി ഓടും, മടി കാണിക്കുകയില്ല. മടി കാണിച്ചാൽ മത്സരത്തിൽ പരാജയപ്പെടും. മത്സരത്തിൽ നാം പരാജയപ്പെട്ടുകൂടാ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. കാണട്ടെ, മത്സരിക്കുന്നവർ മത്സരിക്കുന്നത് കാണട്ടെ. സഹോദരങ്ങളെ, ഈ യാത്രയയപ്പ് വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇന്നത്തെ രാത്രി വല്ലാത്ത ഒരു രാത്രിയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട പടച്ചറബിന്റെ കാരുണ്യമുള്ള, അള്ളാഹു മാപ്പ് നൽകുന്ന 1000 മാസത്തേക്കാൾ പുണ്യമുള്ള വല്ലാത്ത രാത്രി. ഈ രാത്രിയിൽ നാം ഈമാനോടെ ഇഹ്തിസാബോടെ നമസ്കരിച്ചാൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരപ്പെടും. ഈ രാത്രിയിൽ നാം പടച്ചറബിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും. നമുക്ക് പ്രാർത്ഥനകൾക്ക് ആമീൻ ചൊല്ലാൻ, നമുക്ക് സാന്ത്വനമേകാൻ, ആശ്വാസമേകാൻ ഈ ഭൂമിയിലെ ചരൽക്കല്ലുകളെക്കാൾ എണ്ണം മലക്കുകളെ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്ന വല്ലാത്ത ദിവസം. സഹോദര, മറക്കാതിരിക്കുക,
ഈ രാത്രി, ഈ വിടവാങ്ങൽ നമുക്ക് ഖിയാമോടുകൂടി വിടവാങ്ങാനാവണം. ഉറക്കിന് മധുരമുണ്ട്. ആ മധുരം അല്ലാഹു തന്നതാണ്. പക്ഷേ ഇന്ന് നമുക്ക് ഉറക്കിനേക്കാൾ മധുരം നമസ്കാരത്തിനാവണം, ഖുർആനിനാവണം, ദിക്റുകൾക്കാകണം, ദുആകൾക്കാകണം. അലസത ഒഴിവാക്കുക, എഴുന്നേൽക്കുക, മനക്കരുത്ത് നേടുക, മനസ്സിനെ പിടിച്ചുയർത്തുക, ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളും കബറടക്കുക. തതജാഫാ ജുനൂബുഹും അനിൽ മതാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിനോട് ആഗ്രഹത്തോടെ പേടിയോടെ ദുആ ചെയ്തുകൊണ്ട് ബെഡ്റൂമുകളിൽ നിന്ന്, ബെഡുകളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു കലങ്ങിയ, വിങ്ങിപ്പൊട്ടുന്ന, കണ്ണുനീരൊലിപ്പിക്കുന്ന മനസ്സുമായി ശരീരവുമായി ഒരുമിച്ച് കൂടാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര, മനസ്സിനെ ശുദ്ധീകരിച്ച് നാം നമ്മെ ശുദ്ധീകരിക്കുക. തർക്കങ്ങളും വർത്തമാനങ്ങളും അനാവശ്യമായ സംസാരങ്ങളും ഒഴിവാക്കുക. ഇന്നത്തെ ഒരു സെക്കൻഡ് നമുക്ക് 1000 മാസത്തെ സെക്കൻഡുകളേക്കാൾ പുണ്യമുള്ളതാണ്. നമുക്ക് യോജിച്ചതല്ല. നാം മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഒന്നിക്കേണ്ടവർ, ഒരു നേതാവിന്റെ പിന്നിൽ അണിനിരന്നൊന്നിക്കേണ്ടവർ. നമ്മുടെ നേതാവ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭിന്നിച്ചും ഭിന്നിപ്പിച്ചുമല്ല നമ്മോട് വിട പറഞ്ഞത്. നമ്മെ അദ്ദേഹം ഒന്നിപ്പിച്ചു. എന്തുകൊണ്ട് സഹോദര നമുക്കൊന്നിച്ചുകൂടാ? ഭിന്നിച്ചപ്പോഴും ഭിന്നിപ്പിച്ചപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി. നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം ജനങ്ങളുടെ ഇടയിലേക്ക് പുറത്തേക്ക് വരികയാണ്. സന്തോഷത്തോടുകൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഇമാം ബുഖാരി ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. സഹാബികൾ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് വല്ലാത്ത സന്തോഷത്തോടു കൂടിയാണ്. അദ്ദേഹം വന്നത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഞങ്ങളോട് പറയാനായിരുന്നു. പക്ഷേ വഴിയിൽ അദ്ദേഹം 2 ആളുകൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. മുസ്ലിമീങ്ങളിൽപ്പെട്ട 2 ആളുകൾ തർക്കിക്കുന്നത് കണ്ടു. റസൂലുള്ളാഹ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു, ഖറജ്തു ലി ഉഖ്ബിറകും ബിലൈലത്തിൽ ഖദർ, ഖറജ്തു ലി ഉഖ്ബിറകും ബിലൈലത്തിൽ ഖദർ. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഫതലാഹ ഫുലാനുൻ ഫഫുലാൻ ഫറുഫിഅത്. അപ്പോൾ അതാ വഴിയിൽ ഇന്ന ആളുകൾ തമ്മിൽ തർക്കിക്കുന്നു. ആ തർക്കം ലൈലത്തുൽ ഖദർ എന്നാണെന്നത് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു പോയി. സഹോദര, അനാവശ്യമായ തർക്കങ്ങളിലാണ് മുസ്ലിം സമൂഹം ഇപ്പോഴും. ഒരാവശ്യവുമില്ലാത്ത വിഷയങ്ങൾ അവസാനിപ്പിക്കണം. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിച്ചത് അതാണ്. ലൈലത്തുൽ ഖദർ മറപ്പിക്കാവുന്ന രൂപത്തിൽ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള തർക്കം പ്രയാസമുണ്ടാക്കുമെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കുക. ആരോടാണ് വെറുപ്പുള്ളത്, വിദ്വേഷമുള്ളത്? എന്തിനാണ് വെറുപ്പ്, എന്തിനാണ് വിദ്വേഷം? നമുക്ക് പാടുണ്ടോ സഹോദര? നമുക്ക് പാടില്ലല്ലോ. നമ്മൾ ആരാണെന്ന് നാം മനസ്സിലാക്കണ്ടേ? നമ്മൾ ആരുമല്ല, ദുർബലന്മാരാണ് നാം. മനുഷ്യരെന്ന ദുർബലന്മാരായ നാം എന്തിന്റെ പേരിലാണ് അടിക്കുന്നത്, തല്ലുന്നത്, തെറ്റുന്നത്? പ്രത്യേകിച്ച് നാം മുസ്ലിമീങ്ങൾ പാടില്ല. നമുക്കൊന്നിക്കണം. നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കണം, വൃത്തിയുള്ളതാക്കണം. ആർക്കെങ്കിലും ആരോടെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ പരസ്പരം ഒരുമിച്ച് ചേർന്നിരുന്ന് സംസാരിച്ച് തീർക്കാനാവണം. അതാണ് ഈ ദിവസത്തിന്റെ മഹത്വം, പ്രത്യേകത. അറിയുക സഹോദരന്മാരെ, ഈ അതിഥി നമ്മോട് യാത്ര പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വൈകാരികമായ അവസ്ഥയുണ്ടാകണം. ആരാണ് നാം? നമ്മുടെ അവസ്ഥ എന്താണ്? തൊട്ടടുത്ത വർഷം ഇതുപോലെ ഒരു 27-ാം രാവിന്റെ പകലിൽ നിറവോടുകൂടി ഉണർന്നിരിക്കാൻ, ജീവനോടെ ഇരിക്കാൻ, ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമോ? അതോ എന്തായിരിക്കും നമ്മുടെ കഥ? നമ്മുടെ മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, വലതുഭാഗത്തും മണ്ണ്, ഇടതുഭാഗത്തും മണ്ണ്,
കൂട്ടുകാരനില്ലാതെ, സുഹൃത്തുക്കളില്ലാതെ, ചെയ്തുപോയ സൽക്കർമ്മങ്ങളല്ലാതെ മറ്റൊന്നും കൂട്ടുകാരനായില്ലാത്ത പുഴുക്കളുടെ, പാമ്പുകളുടെ, ഇരുട്ടിന്റെ ലോകമായ ഖബറിലായിരിക്കുമോ നാം? ആലോചിക്കണം സഹോദര, നമ്മൾ ആലോചിക്കണം. അവിടെ ആയിരിക്കുമോ നാം? കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെയുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. ജീവനോടുകൂടി നമ്മോടുകൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ കളിച്ച, നമ്മുടെ കൂടെ രസിച്ച, നമ്മുടെ കൂടെ നോമ്പ് നോറ്റ, നോമ്പ് തുറന്ന, നമസ്കരിച്ച, നമ്മോടൊപ്പം പ്രവർത്തിച്ച പലരും നമ്മോടൊപ്പമില്ല. അർഹമുർറഹിമീനായ നാഥ, അവരുടെ ഖബറിന് നീ വിശാലത നൽകണമേ. അവരുടെ ഖബർ നീ സ്വർഗത്തോപ്പിൽ നിന്നുള്ള സ്വർഗത്തോപ്പാക്കി മാറ്റണമേ. അർഹമുർറഹിമീനായ നാഥ, ആ ഖബറിലേക്ക് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഈ ദിവസത്തെ പരമാവധി ഉപയോഗിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. സഹോദര, കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഈ രാജ്യത്തെ ഷോപ്പിംഗ് മോളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഭജനമിരുന്ന എട്ടിക്കാഫിരുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ സ്ക്രീനുകളുടെ മുമ്പിൽ, ടെലിവിഷനുകളുടെ മുമ്പിൽ ചാനലുകൾ മാറ്റി മാറ്റി ആസ്വദിച്ചവരുണ്ട്. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന പെരുന്നാളിനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഹറാമായ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയവരുണ്ട്. ചിന്തിക്കുക, എന്താണ് പരലോകത്തിന് വേണ്ടി ഒരുക്കി വെച്ചത്? എന്താണ് ഖബറിന് വേണ്ടി ഒരുക്കി വെച്ചത്? ഖബറിന്റെ ഇരുട്ടിൽ വെളിച്ചമുണ്ടാകാൻ എന്ത് ചെയ്തു? ഖിയാമത്ത് നാളിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്തുണ്ട്? അള്ളാഹുവിന്റെ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ഇല്ലല്ലോ, ശൂന്യമല്ലേ? ഒന്ന് തപ്പി നോക്കൂ. നമ്മുടെ കീശയിലോ നമ്മുടെ പോക്കറ്റിലോ വല്ലതുമുണ്ടോ? ഒന്നുമില്ലല്ലോ. നമ്മളൊന്നും ചെയ്തിട്ടില്ല. പേടിക്കുക, ഭയപ്പെടുക. സഹാബത്ത് ഭയപ്പെട്ടെങ്കിൽ, സലഫുകൾ ഭയപ്പെട്ടെങ്കിൽ, 26 നോമ്പ് നോറ്റ് ഞാൻ സന്തോഷത്തോടെ എല്ലാം നോറ്റവനാണെന്ന് വിചാരിക്കുന്നവരെ അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ വചനമിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി തിരുമേനിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു, ചോദിച്ചു, എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത്? പരിശുദ്ധ ഖുർആനിലെ വചനം, യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില, അവർ അവരുടെ കയ്യിലുള്ളതൊക്കെ നൽകുന്നു, അപ്പോഴും അവർക്ക് പേടിയാണ്, പ്രയാസമാണ്. ചാടി എഴുന്നേറ്റു ആയിഷ ബീവി, നമ്മുടെ ഉമ്മ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എന്തേ നബിയെ അങ്ങനെ? അവരുടെ കയ്യിലുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും അവരെന്തിന് പേടിക്കണം? കള്ളുകുടിച്ചോ? വ്യഭിചരിച്ചോ? എന്തെങ്കിലും തോന്നിയാസം ചെയ്തോ? റസൂൽ വിശദീകരിച്ചു, ഇല്ലേ ഇല്ല, അതൊന്നുമല്ല. പക്ഷെ അവർക്ക് പേടിയായിരുന്നു. യഖാഫൂന അല്ലാ യതഖബ്ബല മിൻഹും, സ്വീകരിക്കാതെ പോകുമോ, ഖബൂലാകാതെ പോകുമോ? അല്ലാഹു സ്വീകരിക്കുക മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക. മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുക. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. സഹോദരന്മാരെ, അള്ളാഹുവിനോട് തഖ്വയെ ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ലേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ, അല്ലാഹ്. സഹോദര, ഈ സംസാരം പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. ഈ സംസാരം നിങ്ങൾക്ക് കൗതുകമുണ്ടാക്കുകയാണോ? ഇപ്പോഴും നിങ്ങൾ ചിരിക്കുകയാണോ?
വലാ തബ്കൂൻ. എന്തുകൊണ്ടാണ് ഈ അതിഥി ഇവിടെ വാങ്ങുമ്പോൾ വേദന കൊണ്ട് പൊട്ടിക്കരയാൻ നമുക്കാവാത്തത്? വഅൻതും സാമിദൂൻ. നിങ്ങൾ അശ്രദ്ധയിലാണോ? പാടില്ല സഹോദര, അശ്രദ്ധ പാടില്ല. അതുകൊണ്ട് ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. ഇനിയുള്ള ബാക്കി സമയം അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട്, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ചെലവഴിക്കുക. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അത് നാം മനസ്സിലാക്കുക, ഗൗരവത്തോടുകൂടി മനസ്സിലാക്കുക. അല്ലാഹുവിന് സുജൂദ് ചെയ്ത് ഇബാദത്ത് ചെയ്ത് ഒരു സെക്കൻഡ് പോലും ഇനിയുള്ളത് അശ്രദ്ധമായി പോകാതെ എന്താണ് നമ്മുടെ മനസ്സിന്റെ വികാരം? ഇബ്നു ഖുസൈമ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലൗ അലിമൽ ഇബാദു മാ ഫീ റമദാൻ ലതമന്നത് ഉമ്മതി അൻ യകൂന റമദാന അസ്സന കുല്ല. ഈ റമദാനിൽ നിന്ന് ലഭിക്കുന്നത് എന്റെ ഉമ്മത്ത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അടിമകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, വർഷം മുഴുവൻ റമദാനായെങ്കിൽ എന്നവർ കൊതിച്ചു പോകുമായിരുന്നു. വർഷം മുഴുവൻ റമദാനായെങ്കിൽ എന്ന് കൊതിച്ചു പോകുമായിരുന്നു. സഹോദരന്മാരെ, ആ കൊതി നമ്മുടെ മനസ്സിലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ആ കൊതി നമ്മുടെ മനസ്സിലുണ്ടോ? ഇത് തീരരുത്, ഇത് അവസാനിക്കരുത്, എനിക്ക് ഇനിയും വേണം. സഹോദരങ്ങളെ, വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഈ ദിവസം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം ഇസ്തിഗ്ഫാറാണ്. നാം ഇസ്തിഗ്ഫാർ ധാരാളമായി ആവശ്യമുള്ളവരാണ്. നമുക്കറിയാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന അവസരം, അദ്ദേഹത്തിന്റെ വഫാത്ത് അറിയിച്ചുകൊണ്ട് സൂറത്തുൻ നസ്ർ അവതരിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെയാണ് സൂറത്തുൻ നസ്ർ അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത തീരുകയാണ്. അദ്ദേഹത്തെ എന്തിനു വേണ്ടി നിയോഗിച്ചുവോ അത് അവസാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാധ്യത പരിപൂർണമായി നിർവഹിച്ചു. യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക്. അല്ലയോ റസൂലേ, താങ്കളിലേക്ക് റബ്ബേൽപ്പിച്ച ഉത്തരവാദിത്തം പരിപൂർണമായി നിർവഹിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പരിപൂർണമായി നിർവഹിച്ചു. അവസാനത്തെ ഹജ്ജും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് യാത്ര ചോദിച്ചു. പോകാനുള്ള സമയമായി, റബ്ബിലേക്ക് പോകാനുള്ള സമയം, അള്ളാഹുവിലേക്ക് പോകാനുള്ള സമയം. അതാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് വന്നു. നബിയെ അവസാനിപ്പിക്കുക. എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. തസ്ബീഹ് കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു അവസാനിപ്പിക്കാൻ പറഞ്ഞത് തസ്ബീഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. നല്ല പ്രവർത്തനങ്ങൾ മുഴുവൻ അങ്ങനെ അവസാനിപ്പിക്കണം. നോക്കൂ നിങ്ങൾ, അറഫാ ദിവസം സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. മനുഷ്യന്മാർ അറഫയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം, അറഫ മനുഷ്യന്റെ മുഴുവൻ പാപങ്ങളും അള്ളാഹു കഴുകിക്കളയുന്ന സന്ദർഭമാണ്. എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് അറഫാ ദിവസം വൈകുന്നേരം പുറത്തേക്ക് അറഫയിൽ നിന്ന് പോകുമ്പോൾ റബ്ബ് പഠിപ്പിക്കുന്നത് ثم أفيضوا من حيث أفاض الناس واستغفروا الله. നിങ്ങൾ ഒഴുകുക, ജനങ്ങൾ ഒഴുകുന്ന ദിക്കിലേക്ക്, മുസ്ദലിഫയിലേക്ക് ഒഴുകുക. നിങ്ങൾ അറഫയിൽ നിന്ന് മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞവരാണ്. എന്നാലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. അറഫയിൽ നിന്ന് പോകുമ്പോൾ ഇസ്തിഗ്ഫാർ. എല്ലാ നല്ല കാര്യങ്ങളും ചെയ്ത ശേഷം وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا. അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂലി ലഭിക്കുന്ന എല്ലാ കാര്യവും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ ഇസ്തിഗ്ഫാർ നടത്തണം.
എല്ലാ സ്ഥലത്തും. അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരം അവസാനിപ്പിച്ചു. എങ്ങനെ അവസാനിപ്പിച്ചത്? സലാം ചൊല്ലിയിട്ട് റസൂലുള്ളാഹ് ആദ്യം പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം. ഇസ്തിഗ്ഫാർ. സഹോദര, ഇസ്തിഗ്ഫാർ വളരെ പ്രധാനമാണ്. അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാറോടുകൂടിയായിരിക്കണം. കാരണം നമ്മുടെ നേതാവ് പറയുന്നു, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ 70 മറ. ഒരു ദിവസം 70-ലധികം തവണ ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തും. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കണം. ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കണം. റബ്ബേ, ബാക്കിയുള്ളതൊക്കെ നീ എനിക്ക് പുറത്തു തരണമെന്ന ശക്തമായ അള്ളാഹുവിനോടുള്ള അപേക്ഷ അങ്ങനെ അവസാനിപ്പിക്കുക. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, ശൈത്താനെ നാം ഭയപ്പെടുക. പിശാച് നമ്മുടെ റമദാനിനെ നശിപ്പിക്കും. ഇന്നലെ രാത്രി നമ്മൾ ആഗ്രഹിച്ചു പോയി, രാത്രി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുമ്പോൾ അവസാനിച്ചപ്പോൾ ഈ ഖിയാമുൽ ലൈലോടുകൂടി എൻ്റെ ജീവിതം അവസാനിച്ചു കിട്ടിയെങ്കിലെന്ന്. നമ്മുടെ മനസ്സിൻ്റെ അനുഭവമാണത്. ആലോചിച്ച് നോക്കൂ, ഒരുപാട് തെറ്റുകളിലും കുറ്റങ്ങളിലുമായിരുന്നു നാം. അതിൽ നിന്നൊക്കെ നാം ഒഴിവായി. അതിലുള്ള എല്ലാ സാധ്യതകളും നാം അടച്ചു വച്ചു. ഇനി ഞാൻ ഒരിക്കലും അതിലേക്ക് പോവുകയില്ലെന്ന ചിന്തയോടുകൂടി സഹോദരന്മാരെ, പിശാച് കളിക്കാൻ ആരംഭിക്കുകയാണ്. റമളാൻ അവസാനിക്കുന്നതോടെ, ശഅബാനിന്റെ പിറവി പ്രഖ്യാപിക്കുന്നതോടുകൂടി പിശാച് നമ്മുടെ പിന്നാലെ വരും. വലഖദ് സദ്ദഖ അലൈഹിം ഇബ്ലീസ വന്നഹു ഫത്തബഊഹു. പിശാച് തീർച്ചയായും തന്റെ ധാരണ ശരിയാണെന്ന് ഇബ്ലീസ് അവരിൽ തെളിയിച്ചു. അള്ളാന്റെ വാക്ക, തന്റെ ധാരണ, എനിക്കവരെയൊക്കെ അവർ ഏത് റമളാനിൽ ജീവിച്ചായാലും ശരി, അത് ശവ്വാൽ 1 എനിക്കവരെ ശരിയാക്കാൻ സാധിക്കും എന്ന് പിശാചിന് ധാരണയുണ്ട്. ആ ധാരണ ശരിയാണെന്ന് ഇബ്ലീസ് തെളിയിക്കും. ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ, ഇല്ലാ ഫരീഖൻ മിനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗമൊഴികെ അല്ലാത്തവരിലൊക്കെ പിശാച് അത് തെളിയിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് പറയുന്നു, വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താൻ. യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ മേൽ ഒരു അധികാരവും പിശാചിനില്ല. ഇല്ലാ ലിനഅലമ മൻ യുഅ്മിനു ബിൽ ആഖിറ മിമ്മൻ ഹുവ മിൻഹാ ഫീ ശക്ക്. പരലോകത്തിൽ സംശയമില്ലാതെ വിശ്വസിക്കുന്നവർ ആരെന്ന് അറിയാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചത് മാത്രമാണ് അവനെ. അത്രയുള്ളൂ. വറബ്ബുക അലാ കുല്ലി ശൈഇൻ ഹഫീർ. നിന്റെ നാഥൻ എല്ലാറ്റിനെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദര, ഈ റമളാനിൽ തെറ്റാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ച, ഒഴിവാക്കിയ ഒരുപാട് വിഷയങ്ങൾ ചെയ്യാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കാൻ പോവുകയാണ്. ആദ്യത്തെ ദിവസം മുതൽ സംഭവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നമുക്ക് പിടിച്ചു നിൽക്കാനാവണം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ടാകും. റബ്ബ് ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് റബ്ബ് പഠിപ്പിക്കുന്നു. പിടിച്ചു നിൽക്കാൻ നമുക്കാവണം സഹോദരന്മാരെ. നമ്മളെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കും സാധിക്കരുത്. പിശാചുക്കൾ കലാകാരന്മാരുടെ രൂപത്തിൽ കടന്നു വരികയാണ്. പിശാചുക്കൾ സുഹൃത്തുക്കളുടെ രൂപത്തിൽ കടന്നു വരികയാണ്. പിശാചുക്കൾ കലയുടെയും സ്നേഹത്തിന്റെയും രൂപത്തിൽ കടന്നു വരികയാണ്. പിടിച്ചു കെട്ടാൻ നമുക്ക് സാധിക്കണം. ഞാനില്ലെന്ന് പറയാൻ നമുക്ക്
നമുക്ക് സാധിക്കണം. നമുക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഇവിടെയൊന്നും നമുക്ക് വിശ്രമമില്ല. നോമ്പ് കഴിഞ്ഞു, ഇനി ഒരല്പം റെസ്റ്റ് ആകട്ടെ, ഒരു എൻജോയ്മെന്റിന് വേണ്ടി. ഇല്ല സഹോദര, നമ്മുടെ എൻജോയ്മെന്റ് ഒരിക്കലും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാകരുത് സഹോദര. നമുക്ക് വിശ്രമിക്കണമെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ഗേഹമായ ഖബറിലെത്തണം. ആ ഖബറിലാണ് നമ്മുടെ ഒന്നാമത്തെ വിശ്രമം. അവിടെ നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ഇവിടെ നാം അധ്വാനിക്കണം. നമ്മുടെ രണ്ടാമത്തെ വിശ്രമം സ്വർഗത്തിലാണ്. അവിടെ നമുക്ക് വിശ്രമിക്കണമെങ്കിൽ ഇവിടെ നാം അധ്വാനിക്കണം, പ്രയാസപ്പെടണം, പിടിച്ചു നിൽക്കണം. നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ പലതരത്തിലുള്ള അനുഭവങ്ങളും ആസ്വാദനങ്ങളുമായി പലരും വരും. പോകരുത് കൂട്ടരെ, പോകരുത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹുവിനോട് ചോദിച്ചു, മതാ യജിദുൽ അബ്ദു തഅമുർ റാഹ, സമാധാനം, ആശ്വാസത്തിന്റെ രുചി ഒരു അടിമയ്ക്ക് എപ്പോൾ കിട്ടും? അദ്ദേഹം പറഞ്ഞു, ഇൻദ അവ്വലി ഖദമിൻ യദഉഹാ ഫിൽ ജന്ന അമ്മാ മാ ഖബല ദാലിക ഫലാ റാഹ. ആദ്യത്തെ നമ്മുടെ കാൽ സ്വർഗത്തിൽ വെക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആശ്വാസം. അതിനു മുമ്പ് നമുക്ക് ആശ്വാസമില്ല, സമാധാനമില്ല. ആലോചിക്കുക, അറിയുക, ആ ഒരു ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. എടുത്ത ടിക്കറ്റുകളൊക്കെ പിച്ചിച്ചീന്തി വലിച്ചെറിയുക. ടിക്കറ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളവർ മനസ്സിനെ മാറ്റുക. നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊണ്ടുപോകാൻ ആർക്കും സാധിക്കാൻ പാടില്ല സഹോദര. നമ്മുടെ പെരുന്നാൾ ആഘോഷമാണ്. ആഘോഷം സന്തോഷമാണ്. സന്തോഷം നമ്മുടെ അമലുകൾ റബ്ബ് സ്വീകരിച്ചു എന്നതിന്റെ സന്തോഷമാണ്. ഈ റമളാനിൽ അല്ലാഹു ഹിദായത്ത് നൽകിയതിന്റെ പേരിലാണ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ മുഴക്കേണ്ടത്. അതിന്റെ പേരിലാണ് ആഘോഷം. അതുകൊണ്ട് സഹോദര, അതായിരിക്കണം നമ്മുടെ അവസ്ഥ. അതിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഒരു കാരണവശാലും ജനങ്ങൾ ആഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളുടെ പിറകെ പോകാൻ സാധിക്കരുത്, ശ്രമിക്കരുത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റമളാൻ അവസാനിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കർമ്മം ഫിത്ർ സക്കാത്താണ്. വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് ഉദ്ധരിക്കുന്നു, ഫറദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി, അല്ലാഹുവിന്റെ റസൂൽ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു. തുഹറതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫസ്, നോമ്പിൽ വന്നിട്ടുള്ള അല്ലറ ചില്ലറ പാകപ്പിഴവുകളൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി. വതുഅമതൻ ലിൽ മസാകീൻ, മിസ്കീനിനുള്ള ഭക്ഷണമായി. മൻ അദ്ദാഹാ ഖബ്ല അസ്സലാ ഫഹിയ സകാത്തുൻ മഖ്ബൂല, ഈദ് നമസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും നൽകിയാൽ അതാണ് സ്വീകരിക്കപ്പെടുന്ന സക്കാത്തുൽ ഫിത്ർ. വമൻ അദ്ദാഹാ ബഅദ അസ്സലാ ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്, നമസ്കാരത്തിന് ശേഷമാണ് അത് നൽകുന്നതെങ്കിൽ അത് കേവലം സദഖ മാത്രമായി പോകും. ശ്രദ്ധിക്കുക, സക്കാത്ത് കൊടുക്കുന്നവരും സംഭരിക്കുന്നവരും ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് മുമ്പ് വിതരണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈദ് ദിവസത്തിൽ നമുക്കുള്ള പ്രധാനപ്പെട്ട മറ്റൊരു അമല് തക്ബീർ ചൊല്ലുക എന്നതാണ്. ഈദിന്റെ രാവ്, അവസാനത്തെ ദിവസം, റമളാൻ അവസാനിക്കുന്ന ദിവസം, ഈദ് പ്രഖ്യാപിച്ചത് മുതൽ ഈദ് മുസല്ലയിലേക്ക്, ഈദ് ഗാഹുകളിലേക്ക്, ഈദ് നമസ്കാരത്തിലേക്ക് വരുന്നത് വരെ തക്ബീറുകൾ ചൊല്ലണം. ഉറക്ക തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഈദ് ദിവസം ചെയ്യാനുള്ളത്, കുളിച്ച് പുരുഷന്മാർ സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് ഇസ്രാഫില്ലാതെ തോന്യാസങ്ങളില്ലാതെ ഈദ് മുസല്ലകളിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. സ്ത്രീകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അനുവദിച്ചിട്ടുണ്ട്. മുസ്ലിം സ്ത്രീ കുളിച്ചൊരുങ്ങി സുഗന്ധം ധരിക്കാതെ നല്ല വസ്ത്രം ധരിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയാന്വിതമായ മനസ്സുമായി അള്ളാഹു നിർദ്ദേശിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച രൂപത്തിൽ ഈദ് മുസല്ലയിലേക്ക് പോവുക. ഋതുമതികളായ സ്ത്രീകൾ പോലും ഈദ് മുസല്ലകളിൽ സാക്ഷികളാവണമെന്നും അവിടെ നടക്കുന്ന നന്മയിൽ പങ്കാളികളാവണമെന്നും അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ദുആകളിൽ ഒരുമിച്ച് കൂടണമെന്നും അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം നിഷ്കർഷിച്ചു. എന്റെ സഹോദരിമാരത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈദ് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 or 5
കാരക്ക കഴിച്ചുകൊണ്ടായിരുന്നു ഈദ് നമസ്കാരത്തിന് വേണ്ടി പോയിരുന്നത്. അങ്ങനെ ഒരു സുന്നത്ത് നടപ്പാക്കാൻ എല്ലാവരും ശ്രമിക്കുക. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ശേഷം ഈദ് മുസല്ലയിലേക്ക് പോകുക, അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നാം എല്ലാ വർഷവും ഒരുക്കാറുള്ള അൽമനാർ ഗ്രൗണ്ടിലെ ഈദ്ഗാഹ് നമസ്കാരം ഈദ് ദിവസം രാവിലെ 6:20 പ്രത്യേകം ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ അല്ലാഹുവിന്റെ മശാഇറുകളെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർറഹീമീനായ നാഥ, അർഹമുർറഹീമീനായ നാഥ, ഈ വർഷത്തെ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നാഥ. നിന്റെ റഹ്മത്തിനെ കൊതിച്ചുകൊണ്ട്, നിന്റെ മഗ്ഫിറത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് നിന്നോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു നാഥ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ നാഥ. ദുആ ചെയ്യുന്നവരുടെ ദുആ സ്വീകരിക്കുമെന്ന് വാഗ്ദത്തം നൽകിയിട്ടുള്ള റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ നാഥ. നാഥ, ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദറിൽ ഈമാനോടും ഇഹ്തിസാബോടും കൂടി നിന്ന് നമസ്കരിച്ച് പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെട്ട മഹാഭാഗ്യവാന്മാരിൽ, ഈ പാപികളായ മിസ്കീന്മാരായ ദുർബലന്മാരായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, ഈ പരിശുദ്ധ റമളാനിന്റെ അവശേഷിക്കുന്ന ദിവസങ്ങളിൽ നിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, നിന്റെ തൃപ്തി കൊതിച്ചുകൊണ്ട്, നിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന, നിന്റെ നരകത്തിൽ നിന്ന് വിദൂരമാകാൻ വേണ്ടി അധ്വാനിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ ഈ ദിവസങ്ങളിൽ സന്നിഹിതരായിരുന്ന പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, മക്കൾ, സുഹൃത്തുക്കൾ, ഉസ്താദുമാർ, നേതാക്കന്മാർ പലരും ഞങ്ങളോടൊപ്പമില്ല നാഥ. അവരുടെ ഖബറിൽ അവർ സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടാക്കണമേ. അവരുടെ ഖബറിന് നീ വിശാലത നൽകണമേ. സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കി അവരുടെ ഖബറിനെ നീ മാറ്റണമേ. ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസം അവരുടെ ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ നാഥ, നിന്റെ കരുണ കൊണ്ട്, നിന്റെ ഫള് കൊണ്ട് അവരുടെ പ്രയാസം നീ ഇല്ലാതാക്കണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, ഞങ്ങളിവിടെ അധ്വാനിച്ച് ഉപജീവനത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ദൂരെ ഞങ്ങളുടെ നാട്ടിലാണ് നാഥ. അർഹമുർറഹീമീനായ നാഥ, അവർക്കും ഞങ്ങളെപ്പോലെ അമലുകൾ ചെയ്യാൻ നീ തോന്നിപ്പിക്കണമേ. അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണമേ. അവരെയും ഞങ്ങളെയും നാഥ, നിന്റെ ബർക്കത്തുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ ഈ പരിശുദ്ധ റമളാനിൽ നീ ഉൾപ്പെടുത്തണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, ഞങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും വ്യതിചലിച്ചു പോകുന്ന, വഴിപഴിച്ചു പോകുന്ന, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവർക്കൊക്കെ നീ ഹിദായത്ത് നൽകണമേ നാഥ. ഈ പരിശുദ്ധ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ നീ അനുഗ്രഹിക്കണമേ നാഥ. അർഹമുർറഹീമീനായ റബ്ബേ, ഈ പരിശുദ്ധ റമളാനിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചെയ്ത അമലു സാലിഹാത്തുകൾ കൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥ, ഞങ്ങൾക്ക് ഈ പരിശുദ്ധ റമളാനിൽ നീ കൂടുതൽ ബർക്കത്തുകൾ നൽകണമേ. ഞങ്ങളുടെ ശരീരത്തിന് നീ ബർക്കത്ത് നൽകണമേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ. അസഹ്യമായ, അനുഭവിക്കാൻ സാധ്യമല്ലാത്ത, കേട്ടാൽ പേടി തോന്നുന്ന ഭീകരമായ പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, ഞങ്ങളുടെ ശരീരത്തിന് നീ ബർക്കത്ത് നൽകുന്നതോടൊപ്പം ഞങ്ങളുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും നൽകണമേ. ഞങ്ങളുടെ മനസ്സിന് കരുത്ത് നൽകണമേ. ഈ റമളാനിൽ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈമാനിന്റെ കരുത്ത് നഷ്ടപ്പെടാതെ ഞങ്ങളെ നീ കാത്തു സൂക്ഷിക്കണമേ നാഥ. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന വിഭാഗത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അർഹമുർറഹീമീനായ നാഥ, ജീവിത സന്ധാരണത്തിന് വേണ്ടി വ്യത്യസ്തമായ തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഞങ്ങളിൽ പലപ്പോഴും പല അബദ്ധങ്ങളും സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. പല പ്രയാസങ്ങളും വന്നുപോയിട്ടുണ്ട് നാഥ. പല വീഴ്ചകളും വന്നിട്ടുണ്ട് നാഥ.
ദുനിയാവിന് മുൻഗണന നൽകി ആഖിറത്തിനെ ഞങ്ങൾ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് നാഥാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥാ. ഞങ്ങൾക്ക് നീ മാപ്പാക്കണമേ നാഥാ. നാഥാ, നിന്റെ വചനം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ആ പ്രവർത്തനങ്ങളിൽ വീഴ്ചകൾ വന്നത് ഞങ്ങളോട് നീ മാപ്പാക്കണമേ നാഥാ. ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ നാഥാ. നാഥാ, ഞങ്ങൾ മിസ്കീന്മാരാണ് നാഥാ. ഞങ്ങൾ സാധുക്കളാണ് നാഥാ. ഞങ്ങൾ ഫുഖറാകളാണ് നാഥാ. നീ മാത്രമാണ് വലിയ നാഥാ. ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നിന്റെ ദിനയെ. ഫുഖറാകളായ ഞങ്ങൾക്ക് നിന്റെ ദിന കൊണ്ട് നീ അനുഗ്രഹം നൽകണമേ നാഥാ. അർഹമുർ റഹീമീനായ നാഥാ, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിൽ ഞങ്ങൾ ചെയ്ത അമലുസ്സാലിഹാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് അവ തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥാ, ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ. ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന മക്കളെ ഞങ്ങൾക്ക് നീ അനുഗ്രഹിച്ചു നൽകണമേ നാഥാ. ഞങ്ങളുടെ മരണാനന്തരം ഞങ്ങളുടെ ഖബറിന് സമീപം വന്നു നിന്നുകൊണ്ട് എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നീ നൽകണമേ നാഥാ. നാഥാ, ഞങ്ങളുടെ മക്കളെ നോക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അവര് വഴിവഴിച്ചു പോകുന്നു നാഥാ. നാഥാ, അവർക്ക് നീ ഹിദായത്ത് നൽകണമേ. അവർക്ക് നീ ഈമാൻ നൽകണമേ നാഥാ. ഈ പരിശുദ്ധ റമളാനിൽ ഞങ്ങൾ ചെയ്ത അമലുസ്സാലിഹത്തുകൾ തവസ്സുലാക്കി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാഥാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് മുമ്പോട്ട് പോയി ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതോടൊപ്പം നാളെ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ, ഞങ്ങളുടെ മക്കളുടെ കൂടെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ചേർക്കണമേ നാഥ. നാഥ, ഈ പരിശുദ്ധ മാസത്തിലും സമാധാനത്തോടുകൂടി നോമ്പ് നോക്കാൻ സാധിക്കാത്ത ഒരുപാട് ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്ക് നീ ആശ്വാസവും സമാധാനവും നൽകണമേ നാഥ. അവരെ നിന്റെ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ടും നീ ആദരിക്കണമേ നാഥ. അർഹമുർ റഹീമീനായ നാഥ, വീണ്ടും റമളാനുകളിൽ സന്തോഷത്തോടെ, ആയുസ്സോടെ, ആരോഗ്യത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو. اللهم إنك عفو تحب العفو فاعف عنا. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها. اللهم اجعلنا ممن يوفق بليلة القدر يا الله.
اللهم اجعلنا ممن يوفق بليلة القدر يا الله. اللهم اجعلنا ممن يوفق بليلة القدر يا الله. اللهم اجعلنا ممن يقيم في هذه الليلة المباركة يا أرحم الراحمين إيمانا واحتسابا حتى تغفر لنا ذنوبنا يا الله. اللهم إنا ظلمنا أنفسنا ظلما كثيرا فاغفر لنا فاغفر لنا فاغفر لنا فإنه لا يغفر الذنوب إلا أنت. ربنا اغفر لنا ولوالدينا ربنا اغفر لنا ولوالدينا ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغيرا. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وقيامنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين.